ഹായ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ റവ വെച്ചിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു. നമ്മുടെ കശുവണ്ടിയും മുന്തിരിങ്ങയും ഉണക്കമുന്തിരിയൊക്കെ വറുത്തെടുക്കാം. നമ്മുടെ അണ്ടിപ്പരിപ്പെല്ലാം ശരിയായിട്ടുണ്ട്. അണ്ടിപ്പരിപ്പെല്ലാം നെയ്യിൽ വറുത്തു. ഇനി അതേ നെയ്യിൽ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. മുന്തിരിങ്ങയൊക്കെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കോരിയെടുക്കാം. ഇനി ചെറുതായിട്ട് ഞുറുക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇവിടെ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിത് കോരി മാറ്റി വയ്ക്കുകയാണ്. ശരിയായിട്ടുണ്ട്. ഇനി ഇച്ചിരി നേരം കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് വല്ലാണ്ട് കരിഞ്ഞു പോകും. അതുകൊണ്ട് കരിയുന്നതിന് മുന്നേ നമ്മളത് കോരി മാറ്റും. അതെല്ലാം നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ അതേ നെയ്യിൽ തന്നെ നമ്മൾ ഇതിപ്പോൾ 1 കപ്പ് റവ ഉണ്ട്. ഇത് നമ്മൾ ഈ നെയ്യിൽ വറുത്തെടുക്കും. ഒരു റവയുടെ ചെറിയൊരു പച്ചമണം മാറുന്നത് വരെ നമ്മളതിൽ വറുത്തെടുക്കാം. ചെറിയൊരു ഗോൾഡൻ കളർ, നല്ല ഗോൾഡൻ കളറാകണ്ട,
ചെറുതായിട്ടൊന്നായാൽ മതി. അതുവരെ നമുക്കിത് വറുത്തെടുക്കാം. നല്ല മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നെയ്യിൽ റവ മാവ് നല്ല മൊരിയുന്നതിൻ്റെ മണം വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിന് പകരം നമുക്ക് പാക്കറ്റ് പാലൊഴിച്ചും ചെയ്യാവുന്നതാണ്. ഇത് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്ക് നമ്മുടെ ചവ്വരി പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ച് നല്ല ഒരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് കുറുകിയും വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന നമ്മുടെ ചവ്വരി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചവ്വരിയും റവയും കൂടെ ഒരുമിച്ച് ചേർത്തിങ്ങനെ ഇളക്കിയെടുക്കാം. ഒരു കപ്പ്, ചെറിയൊരു കപ്പിൽ 1 കപ്പ് റവയാണിത് എടുത്തിട്ടുള്ളത്. ഒത്തിരി റവയുടെ ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയ കപ്പ് റവയൊക്കെ മതിയാകും. ചെറുതായിട്ട് കുറുകി വരുന്നുണ്ട്. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ അത് അടിയിൽ പിടിക്കുക. റവ ആയതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇത് ഇച്ചിരി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ശർക്കര പാനി ചേർക്കാം. ശർക്കരയൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഞാൻ ഇവിടെ 1 ഉരുള ശർക്കര എടുത്ത് വെള്ളത്തിലിട്ട് നല്ലവണ്ണം അത് അരിഞ്ഞു വന്നതിന് ശേഷം ഉരുക്കി നല്ല അരിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കാം. ശർക്കരയും ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ നല്ലപോലെ ഇത് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസമാണ്. നമുക്ക് റവയൊക്കെ പെട്ടെന്ന് നെയ്യിൽ വറുത്ത് നമുക്ക് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. ചവ്വരിയും പുഴുങ്ങുന്ന സമയവും നമ്മുടെ ശർക്കര ഉരുക്കിയെടുക്കുന്ന സമയം മാത്രമേ ഒത്തിരി ആയിട്ട് ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ പെട്ടെന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിലോട്ട് ഒരിച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. അതുകൊണ്ട് ഒരിച്ചിരി ചേർക്കുന്നുള്ളൂ. നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് തിള വരുന്നത് വരെ, തിള വന്ന് ഒരിച്ചിലൂടെ ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം.
ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് നമ്മുടെ ഒന്നാം പാലാണ്. ഞാനിതിൽ ഒരുപാട് നെയ്യൊന്നും ചേർക്കുന്നില്ല. ചൂടായതുകൊണ്ട്, നമ്മുടെ വെയിലൊക്കെ ഇല്ല, അതുകൊണ്ട് ചൂടായതുകൊണ്ട് നെയ്യ് ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ട് കുറുകി വരുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. നേരത്തെ ലൂസായിട്ടിരുന്നു, അപ്പോൾ അതിനേക്കാൾ ഇച്ചിരി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ അത് കുറുക്കിയെടുക്കാം. ഇനി നല്ലവണ്ണം ഒന്ന് കുറുകി കഴിയുമ്പോൾ നമ്മുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. നമ്മുടെ പായസം നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ കുറുകിയിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ നമുക്ക് ഇനി ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് നല്ലവണ്ണം ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഏലക്ക ചേർത്ത് കൊടുക്കാം. ഏലക്ക ചേർത്തു. ഇതിൽ ചുക്കൊന്നും ചേർക്കുന്നില്ല. ചുക്ക് ചേർക്കാത്തതല്ല, ഇപ്പം എൻ്റെ കയ്യിൽ ചുക്കില്ല, അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മളല്ലാതെ ചുക്കിടാതെ വെക്കുന്നതും നല്ല ടേസ്റ്റാണ്, കഴിക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. ഇനി നമുക്കിത് കുറച്ചൊന്ന് കുറുകി വരുന്നത് വരെ മാത്രം വെച്ചാൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അടി പിടിച്ച് പോകും. റവയൊക്കെ അടി പിടിച്ച് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോകും. അപ്പോൾ ചെറുതായിട്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ റവ പായസം ഇവിടെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒത്തിരി അങ്ങ് കുറുകണ്ട, കാരണം നമ്മളിത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളിത് ഇറക്കി വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് അങ്ങ് കുറുകിപ്പോകും. അതുകൊണ്ട് ഒത്തിരി അങ്ങ് കുറുകി അങ്ങ് പോകണ്ട. ഇത് എത്രയൊക്കെ മതി, കണ്ടോ, ഈ ഒരു രീതിയിൽ മതി. ഇനി നമുക്കിതിൽ നമ്മുടെ തേങ്ങ വറുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കിസ്മിസും കാഷ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ റവ പായസം. നമ്മുടെ റവ പായസം റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് നമ്മുടെ റവ പായസം. കണ്ടോ, അപ്പോൾ നമ്മുടെ റവ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തീ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ റവ പായസം അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണ്. കുറച്ച് സമയം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.